വിശുദ്ധ ഖുർആനിലെ പ്രധാന ആയത്തുകളാണ് അൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയും: അല്ലാഹുവിൻ്റെ അർശിൻ്റെ കീഴിലുള്ള 2 നിധികളാണ് ഇത്. നമ്മുടെ ബന്ധുക്കൾക്ക് രോഗം വന്നാലും ഈ പ്രധാനപ്പെട്ട 2 ആയത്തുകൾ മന്ത്രിച്ചാൽ രോഗം സുഖപ്പെടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ അതിമഹത്തായ ആയത്തുകളിലെ പ്രധാന ആയത്തുകളാണ് അൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ, അതായത് നാം ആമനർ റസൂൽ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തുകൾ ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾക്ക് വലിയ മഹത്വമുണ്ട്. ഈ ആയത്തുകളെ മഹത്വം വിവരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിൽ ചിലത് നമുക്ക് നോക്കാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രായിൽ സിദ്റത്തുൽ മുൻതഹയിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നൽകപ്പെട്ടു. 1, 5 നേരത്തെ നമസ്കാരം. 2, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂൽ. നമസ്കാരം നൽകിയ അതേ സമയത്താണ് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ നൽകിയത്. 3, അള്ളാഹുവിൽ വിശ്വസിച്ച മുഴുവനും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കാം എന്ന വാഗ്ദത്വം. അങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിദ്റത്തുൽ മുൻതഹയിൽ ഇസ്രാഇൻ്റെ അന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ 3 കാര്യത്തിലെ ഒരു കാര്യമാണ് ആമനർ റസൂൽ, അതായത് അൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ. അപ്പോൾ എത്ര മഹത്വമുള്ളതാണിത്. ഇനി നമുക്ക് നോക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം, ആയത്തുൽ കുർസിയും ആമനർ റസൂലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഓതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്രകാരം പറയും: അല്ലാഹുവിൻ്റെ അർശിൻ്റെ കീഴിലുള്ള 2 നിധികളാണ് ഇത്, അതായത് ആയത്തുൽ കുർസിയും ആമനർ റസൂലും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട് മറ്റൊരു റിപ്പോർട്ട്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും ഇങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു പറഞ്ഞു: നബിയെ, ആകാശത്തിൻ്റെ കവാടം തുറക്കപ്പെട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ആർക്കും ആ കവാടം തുറക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ബഹുമാന പുരസ്കാരം ഇരിക്കുകയും എന്നിട്ട് ആ മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയും ചെയ്തു: നബിയെ, ഇതിനു മുമ്പ് ആർക്കും നൽകിയിട്ടില്ലാത്ത 2 പ്രകാശം ആണ് അള്ളാഹു തങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് ആയത്തുൽ കുർസിയും മറ്റൊന്ന് ആമനർ റസൂലും. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ നോക്കൂ, നിങ്ങൾ ആയത്തുൽ കുർസിയും ആമനർ റസൂലും എത്ര മഹത്വമുള്ളതാണ്. അതിനെ പാരായണം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കാം. അതുകൊണ്ട് നാം ഇതിനെ ധാരാളമായി പതിവാക്കണം. ബഹുമാനപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ വന്നു ആമനർ റസൂലിൻ്റെ മഹത്വം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു: ഇഹത്തിലും പരത്തിലുള്ള സർവ്വ നന്മകളും അൽ ബഖറ സൂറത്തിൻ്റെ അവസാനത്തെ 2 ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്നു, അതായത് ആമനർ റസൂലിൽ അടങ്ങിയിരിക്കുന്നു എന്ന് ചുരുക്കം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ അത് ഖുർആനാണ്, അതോടൊപ്പം രോഗശമനമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗം വന്നാലും അതുപോലെ നമ്മുടെ ബന്ധുക്കൾക്ക് രോഗം വന്നാലും ഈ പ്രധാനപ്പെട്ട 2 ആയത്തുകൾ മന്ത്രിച്ചാൽ രോഗം സുഖപ്പെടും എന്നാണ് ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രോഗത്തിന് ശമനവുമാകുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും രാത്രിയിൽ അൽ ബഖറ സൂറത്തിൻ്റെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അവനത് മതി. എന്ന് പറഞ്ഞാൽ വളരെ മഹത്വമുള്ള ഒരു കാര്യമാണ് അവന് ചെയ്തത്. ഒരുപാട് നന്മകൾ അവൻ കൈവരിച്ചു പോയി. അതുകൊണ്ട് അവനത് മതി.
മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ അൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ, അതായത് ആമന റസൂല്, ഇത് വീടുകളിൽ പാരായണം ചെയ്താൽ ആ വീടുകളിൽ പിശാചുക്കളുടെ ശല്യങ്ങൾ ഉണ്ടാവില്ല. പല ആളുകളും പറയാറുണ്ട്, രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, പിശാചുടെ ശല്യമാണ്, കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, വീട്ടിലുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ, പിശാചിൻ്റെ ശല്യം ഏൽക്കാതിരിക്കാൻ ആമന റസൂൽ, അതായത് സൂറത്തുൽ ബഖറയുടെ അവസാനം ആയത്തുകൾ ഓതിയാൽ മതി എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ മഹത്വമുള്ള ഈ ആയത്തുകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ധാരാളമായി ജീവിതത്തിൽ പാരായണം ചെയ്യുക. രോഗശമനത്തിനും അത് നല്ലതാണ്. ഇഹത്തിലും പരത്തിലുമുള്ള സർവ്വ നന്മകളും അടങ്ങിയ ഏത് പിശാചുകളിൽ നിന്നും രക്ഷ നേടാൻ പറ്റിയ ഈ വളരെ പ്രധാനപ്പെട്ട ആയത്തുകൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിലും പതിവാക്കാൻ പ്രേരിപ്പിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സയ്യിദ് ഉമർ സഖാഫ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.